യുവജനങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് കൂടുതലായി കടന്നു വരണം. മൂല്യബോധമുള്ള ഒരു സമൂഹത്തെ നിർമ്മിക്കുന്നതിന് യുവാക്കളുടെ രാഷ്ട്രീയത്തിലെ പങ്കാളിത്തം ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന ചിന്ത പങ്കുവയ്ക്കുന്ന ഒരു സർക്കുലർ KCBC യൂത്ത് കമ്മീഷനും കഴിഞ്ഞ വാരമാണ് പുറത്തിറക്കിയത്. അത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ തന്നെ വലിയ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയുമാണല്ലോ. KCBCയുടെ സർക്കുലർ മുന്നോട്ട് വെക്കുന്ന ചിന്ത എന്താണ്? കത്തോലിക്ക സഭയിലെ യുവജനങ്ങൾ എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയത്? രാഷ്ട്രീയം അവരെ മോഹിപ്പിക്കാത്ത, രാഷ്ട്രീയം അവരെ എക്സൈറ്റ് ചെയ്യിക്കാത്ത, രാഷ്ട്രീയം അവരിൽ ഒരു ഇൻട്രസ്റ്റ് ബിൽഡ് ചെയ്യാത്ത ഒരു കാലഘട്ടം എങ്ങനെയാണ് ഉണ്ടായത്? പക്ഷെ ഒരു കാലഘട്ടങ്ങളിൽ ക്രൈസ്തവ സമൂഹത്തിൻ്റെ വലിയ ശക്തമായ പ്രാതിനിധ്യം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് ആ കാലഘട്ടമെല്ലാം അസ്തമിക്കുമ്പോൾ ഈ ഘട്ടത്തിൽ എന്താണ് സഭയ്ക്ക് ചെയ്യാനുള്ളത്? വിശ്വാസ സമൂഹം എങ്ങനെയാണ് ഈ സർക്കുലറിനെയും ഈ ചർച്ചയെയും നോക്കിക്കാണേണ്ടത്? ഈ വിഷയമാണ് ഇന്ന് ഷെക്കേന ഫയർ റൂമിൽ നമ്മൾ ചർച്ചയ്ക്ക് വെക്കുന്നത്. കൂടെയുള്ളത് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസ് കുട്ടി ജെ ഒഴികയിൽ, ഒപ്പം ഫാദർ ജോൺ, അദ്ദേഹം തൃശ്ശൂർ അതിരൂപതയിലെ വൈദികനാണ്, ഒപ്പം സാമൂഹിക നിരീക്ഷകനും. രണ്ടുപേർക്കും ഷെക്കേന ഫയർ റൂമിലേക്ക് സ്വാഗതം. ഫാദർ ജോൺ പേരമംഗലം, അങ്ങ് ഈ സർക്കുലർ അങ്ങ് വായിച്ചിട്ടുണ്ട്. സഭ പലവട്ടം പലകുറി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ ഈ സർക്കുലറിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. രാഷ്ട്രീയ പ്രാധാന്യത്തിനപ്പുറത്തേക്ക് ഒരു സാമൂഹിക പ്രാധാന്യമുണ്ട്. കാരണം ഇലക്ഷനുകളൊക്കെ വരുന്ന ഒരു ഘട്ടമാണ്, വലിയ തെരഞ്ഞെടുപ്പുകൾ വരുന്നു. നിലമ്പൂരൊക്കെ നമ്മൾ കണ്ടു. ഈ ഒരു ഘട്ടത്തിൽ ഒരു യുവജന ദിനം നൽകുമ്പോൾ യുവജന ദിനത്തിന് നൽകുന്ന ഒരു സന്ദേശമാണിത്. കേവലം ഒരു സന്ദേശത്തിനപ്പുറത്തേക്ക് ഇതിനകത്ത് വായിച്ചെടുക്കേണ്ട പല കാര്യങ്ങളും ഉണ്ടെന്നാണ് എൻ്റെയും വിലയിരുത്തൽ. അതിൻ്റെ ഒരു സെൻറ്റൻസിൻ്റെ ഫ്രെയിമിങ് നമ്മൾ പോകുമ്പോൾ അറിയാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മുടെ നാട് പ്രതിസന്ധികളുടെ ഒരു കാലമാണ്, അല്ലേ? രാഷ്ട്രീയത്തിൽ അഴിമതി ഉണ്ടാകുന്നു, ആക്രമണം ഉണ്ടാകുന്നു, ഡ്രഗ്സ് ഉൾപ്പെടെയുള്ള ആ കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ വലിയ സ്വാധീനം കൊടുക്കുന്നു. പലപ്പോഴും ഈ രാഷ്ട്രീയക്കാരൊക്കെ ഇതിനകത്തും പങ്കാളികളാകുന്നു. അല്ലെങ്കിൽ നമുക്ക് ആര് ഭരിച്ചാലും നമുക്ക് ഇത്തരം കുറേ സാമൂഹിക തിന്മകൾക്കെതിരെ ഒരു ധൈര്യശാലിയായ ഒരു ഭരണാധികാരിയെ നമ്മൾ ഒരിടത്തും കാണുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ളൊരു സമയത്ത് നാട് വലിയ പ്രതിസന്ധികളിലേക്ക് പോകുന്നു, സാമ്പത്തിക ബാധ്യതയിലേക്ക് നാട് കടന്നു പോകുന്നു, യുവജനങ്ങൾ നാട് വിടുന്നു, ഏറ്റവും ക്വാളിറ്റിയുള്ള ആളുകൾക്ക് ഈ രാജ്യമേ വിട്ടവർ പുറത്തു പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു വർത്തമാന കാലഘട്ടത്തിലാണ് KCBC യൂത്ത് കമ്മീഷൻ്റെ ഈ സർക്കുലറിൽ രാഷ്ട്രീയത്തിലേക്ക് കുട്ടികൾ കടന്നു വരേണ്ടതിൻ്റെ ആവശ്യകതയും അത് നമ്മുടെ സമൂഹത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന വാല്യൂസ്, മൂല്യങ്ങൾക്ക് നൽകുന്ന അല്ലെങ്കിൽ അതിന് കൊടുക്കുന്ന പ്രാധാന്യം, ഇതൊക്കെയാണ് നമ്മുടെ ചർച്ച. KCBCയുടെ സർക്കുലറിൽ നിന്ന് എങ്ങനെയാണ് അങ്ങ് ഇതിനെ നോക്കിക്കാണുക? നിതിൻ സാറെ, നമ്മുടെ ക്രിസ്തുവിനെ തന്നെ നോക്കുകയാണെങ്കിൽ, ക്രിസ്തു ജീവിച്ച ആ കാലഘട്ടത്തിൽ അന്നത്തെ ഈ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾക്കെതിരെയുള്ള ഉറച്ച നിലപാട് സ്വീകരിച്ച ഒരു ഗുരുവിൻ്റെ മക്കളാണ് നമ്മളെല്ലാവരും. യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്ന, ഇപ്പോൾ ഹെയർദോസിൻ്റെ അടുത്ത് പറയുന്നൊരു ഡയലോഗുണ്ട്, ആ കുറുക്കിനോട് പോയി പറയുവിൻ എന്ന് പറയുന്ന ആ ഒരു നിലപാട്. അപ്പോൾ അന്ന് ആ രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുമ്പോൾ അന്നത്തെ രാജഭരണത്തിലിരിക്കുന്ന ഒരു രാജാവിനോടും അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ഭരണ സംവിധാനത്തോടുമുള്ള വ്യക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാനായിട്ട് ക്രിസ്തുവിന് സാധിച്ചിട്ടുണ്ട്. ഈ ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ ഇന്നത്തെ ഈ പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങൾ അത് ഇത്തരത്തിലുള്ള ഒരു ആത്മീയ ധൈര്യത്തിലേക്കും നിലപാടുകളിലേക്കൊക്കെ അവരെ വളർത്തിക്കൊണ്ടുവരേണ്ടതായിട്ടുള്ളൊരു ആവശ്യമുണ്ടെന്ന് സഭ തിരിച്ചറിയുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു സർക്കുലർ ഇറങ്ങിയതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ശരി, തീർച്ചയായിട്ടും കർത്താവാണ് നമ്മളെ നയിക്കുന്നത്. ആ ഒരു ബലത്തോടു കൂടെ, ക്രെഡിബിലിറ്റിയോടു കൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ യുവജനങ്ങളെ ചെറുപ്പത്തിൽ തന്നെ അവരെ അത്തരത്തിലുള്ള ബോധവൽക്കരണങ്ങൾ നൽകിയും അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് തെറ്റല്ല എന്ന് പഠിപ്പിക്കത്തക്ക രീതിയിൽ അവരെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യേണ്ടത് സഭാ സംവിധാനത്തിൻ്റെ ഒരു ഉത്തരവാദിത്തമാണെന്ന് സഭ വ്യക്തമായിട്ട് ഇപ്പോൾ തിരിച്ചറിയുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകാനോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയം സ്വീകരിക്കാനോ ഒന്നുമല്ല സഭ. അത് ഒരു കാലത്തും പറഞ്ഞിട്ടുമില്ല, അങ്ങനെ പറയുകയുമില്ല. സഭ മുന്നോട്ട് വെക്കുന്ന ഒരു ചിന്ത ഞാൻ മനസ്സിലാക്കിയിടത്തോളം, നമ്മളുടെ നല്ല ക്രീമായ ആളുകൾ, പ്രത്യേകിച്ച് അറിവും വിദ്യാഭ്യാസവും ഒക്കെയുള്ള ആളുകൾ, ഒരു നല്ല ക്രീം ലെയർ ഓഫ് പീപ്പിൾ ഈ രാജ്യത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ അസ്തമിച്ചു പോവുകയാണ്. അതൊരു പൊതു സെനാരിയോയാണ്, എന്ന് വെച്ചാൽ ഒരു പൊതു ഘടകമാണ്. അത് കത്തോലിക്ക സഭയുടെ ആശങ്ക. അത് കത്തോലിക്ക സഭയിലെ ആളുകൾ അതിൽ വരാത്തതിൻ്റെ അല്ലെങ്കിൽ വരാൻ അവർ മടിച്ചു നിൽക്കുന്നതിൻ്റെ ഒരു സാഹചര്യമാണ്. നമ്മളുടെ പൊതുസമൂഹത്തിൽ നമ്മളുടെ ആളുകളുടെ എണ്ണം, ഒന്നാമത് ജനസംഖ്യയിലുള്ള ഇടിവ്, പോപ്പുലേഷൻ റേറ്റിൽ ഏറ്റവും പുറകോട്ട് പോകുന്നൊരു സാഹചര്യം,
മറ്റൊന്ന് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റിൽ ഏറ്റവും മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം, മൂന്നാമതായിട്ട് അല്പമെങ്കിലും ഇത്തരം ക്രീമായി ചിന്തിക്കുന്ന, അല്പമെങ്കിലും കുറച്ചുകൂടെ ക്രിയേറ്റീവായി സംസാരിക്കുന്ന, ഇടപെടുന്ന ആളുകളൊക്കെ നാട് വിടുന്ന കാലം. അത് അവരൊരു സമ്പത്തുമായിട്ടും ഒരു സോഷ്യൽ അവരുടെ സിസ്റ്റവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വായിക്കാവുന്നതാണ്. അങ്ങനെ ഒരു നല്ല ക്രീം ഓഫ് ലെയർ ഓഫ് പീപ്പിൾ ഈ രാജ്യത്ത്, ഈ നാട്ടിൽ തന്നെ ഇല്ലാതാകുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് രാഷ്ട്രീയത്തിലെ നമ്മളുടെ ഇടപെടലിന് കൂടുതൽ പ്രാധാന്യം സംഭവിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൽ സഭാ മക്കളുടെ ശബ്ദമുണ്ടാകേണ്ടത് കേവലം സഭയുടെ ഒരു വെസ്റ്റേൺ ഇൻട്രസ്റ്റിന് വേണ്ടി അല്ല. ഈ സർക്കുലറിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സമൂഹത്തെ കൂടുതൽ മൂല്യമുള്ള, വാല്യൂസ് ഉള്ള ഒരു സൊസൈറ്റിയായി ബിൽഡ് ചെയ്യാൻ ക്രൈസ്തവരായ ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ സാധിക്കും എന്നല്ലേ സർക്കുലറിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്? ഈ സർക്കുലർ തീർച്ചയായും കേരളത്തിലെ യുവജനങ്ങൾക്കുള്ളൊരു ആഹ്വാനമാണ്, സന്ദേശമാണ്. നിങ്ങൾ മുന്നോട്ട് വരണം, നിങ്ങൾ ഭരണ അധികാര കേന്ദ്രങ്ങളിൽ നിങ്ങൾ എത്തിപ്പെടണം, നിങ്ങളതിൽ ഇടപെടണം. അതിൽ ഇടപെടേണ്ടത് എന്തിനു വേണ്ടി ഇടപെടണം? അതാണ് അതിൻ്റെ പ്രസക്തമായ കാര്യം. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ജനാധിപത്യ ഭരണക്രമമാണ്. ജനാധിപത്യ ഭരണക്രമം നമ്മൾ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ജനങ്ങളുടെ പൊതു താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം. 2, ഭരണത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിക്കണം. 3, ഭരണം നിഷ്പക്ഷവും സുതാര്യവുമാകണം. ഈ 3 ഘടകങ്ങളിലും ഇന്ന് കേരള സംസ്ഥാനത്തെ ഭരണത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കൊട്ടും പ്രത്യാശ, ഒരു 30 മാർക്ക് പോലും കൊടുക്കാൻ മേലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ ഈ മാലാഹമാർ കടക്കാൻ മടിക്കുന്നിടത്ത് ചെകുത്താന്മാർ കടന്നു ചെല്ലും എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ മൂല്യബോധമുള്ള ആളുകൾ ഇന്ന് രാഷ്ട്രീയ രംഗത്ത് നിന്ന് പുറകോട്ട് പോവുകയാണ്. കാരണം രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ മൂല്യങ്ങൾക്ക് വില കൊടുക്കാതെ ഏത് തരത്തിലും ഉള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് അധികാര ശ്രേണിയിലേക്ക് കടന്നു വരാനുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തേണ്ടതുണ്ട്. അങ്ങനെ നടത്തേണ്ട സാഹചര്യം നിലനിൽക്കുന്നിടത്ത് അതിനൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ആ യഥാർത്ഥത്തിലുള്ള മൂല്യം എന്താണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് രാഷ്ട്രീയ രംഗത്ത്, പൊതുരംഗത്ത് പ്രവർത്തിച്ച ഒരു നേതാവിൻ്റെ അനുയായികളാകണം അവർ. അങ്ങനെയുള്ളൊരു നേതാവാണ് ക്രൈസ്തവരുടെ നേതാവായ യേശുക്രിസ്തു മുന്നോട്ട് വെച്ച നേതൃത്വം എന്ന് പറയുന്നത്, നിങ്ങളിൽ ഏറ്റവും വലിയവനാകാൻ ആഗ്രഹിക്കുന്നവർ ഏറ്റവും ചെറിയവനാകാൻ, അല്ലെ എല്ലാവരുടെയും ദാസനാകാനാണ് പറയുന്നത്. അങ്ങനെ ദാസനാകാൻ പറയുന്ന ആ സെർവൻ്റ് ലീഡർഷിപ്പ് എന്ന ആ മൂല്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനസേവനത്തിൻ്റെ പാതയിലേക്ക് കടന്നു വരുവാൻ തയ്യാറുള്ള ആളുകളെയാണ് ഈ സഭ ഇന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നത്. ജനത്തിന്റെ കാല് കഴുകാൻ തയ്യാറുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ മുന്നോട്ട് താല്പര്യമുള്ള രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ഒരു കാലത്ത് കൂടെയാണ്. അതെ, ആ കാല് കഴുകാൻ വേണ്ടി കുനിഞ്ഞിട്ട് കാല് വാരുന്ന രീതിയാണ്. അങ്ങനെ ഒരു കാലത്താണ് ഈ ഒരു ആഹ്വാനം. ഇവിടെ ആ തരത്തിലുള്ള ഒരു നേതാവിൻ്റെ അനുയായികൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ഈ ഭരണത്തെ, ജനാധിപത്യ ഭരണത്തെ, ഇന്നിൻ്റെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ച ആ 3 മൂല്യങ്ങളിലും ഉറപ്പിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അത് സമൂഹത്തിൽ ഉത്തരവാദിത്തമുള്ള ഒരു സംവിധാനമാണ് KCBC. അപ്പോൾ തീർച്ചയായും KCBC അതിൻ്റെ കാലികമായ ചരിത്രപരമായ ഉത്തരവാദിത്വം ഇവിടെ നിറവേറ്റുകയാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് നിങ്ങൾ മാറി നിൽക്കേണ്ട ഒന്നല്ല, നിങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കേണ്ട ഒന്നാണ്. അങ്ങനെയെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച, എങ്ങനെയാണ് ഇത് നമ്മുടെ യുവജനങ്ങൾക്ക് ഇത് ഇഷ്ടമില്ലാത്തൊരിടമായി എന്നാണ് രാഷ്ട്രീയം മാറിയത് എന്നൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. കാരണം ഒരു കാലത്ത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെയൊക്കെ ക്രൈസ്തവരായ ആളുകൾ, കത്തോലിക്ക സഭയുടെ പ്രതിനിധികൾ വളരെ ശക്തമായ നേതൃത്വത്തിൽ, വളരെ ശക്തമായ നേതൃനിരയിലുണ്ടായിരുന്ന യുവജന സംഘടനകൾ ഉൾപ്പെടെ എല്ലാ ഇടങ്ങളിലും, അത് അഡ്മിനിസ്ട്രേഷനിൽ, രാഷ്ട്രീയത്തിൽ മാത്രമല്ല, അത് ലോയേഴ്സിൻ്റെ സെഗ്മെൻറ്റിൽ, IAS, IPS, IFS ഉൾപ്പെടെയുള്ള സെഗ്മെൻറ്റിലൊക്കെ അഡ്മിനിസ്ട്രേഷൻ്റെ എല്ലാ തലങ്ങളിലും നമ്മളുടെ ആളുകളുടെ ശക്തമായ ഒരു പ്രാതിനിധ്യവും സാന്നിധ്യവും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷേ ഒരു ഘട്ടത്തിൽ നമ്മളുടെ വിദ്യാലയങ്ങൾ പോലും, കത്തോലിക്ക സഭയുടെ കോളേജുകളിൽ രാഷ്ട്രീയം നിരോധിക്കപ്പെടുന്നു. നമ്മുടെ വിദ്യാലയങ്ങൾ നിരോധിക്കപ്പെട്ടത് അതിന് മുന്നിലുള്ള കാലഘട്ടങ്ങൾ. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ എനിക്ക് തോന്നി, അറിഞ്ഞോ അറിയാതെയോ നമ്മുടെയൊക്കെ വീടുകളിൽ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്തോ ഒരു മോശം സംഭവമായി നമ്മളുടെ വീടുകളിൽ മാറി എന്നതാണ് ഞാൻ നോക്കിയിട്ട് നമ്മൾ ചെയ്ത ഏറ്റവും വലിയ അപകടകരമായ തീരുമാനം. തീർച്ചയായിട്ടും അന്നത്തെ രാഷ്ട്രീയം, കലുഷിതമായ കലാലയ രാഷ്ട്രീയം, അത് രാഷ്ട്രീയം എന്ന കൺസെപ്റ്റൊക്കെ മാറിയിട്ട് അക്രമ രാഷ്ട്രീയത്തിൻ്റെ കൂത്തരങ്ങായി നമ്മുടെ ഇടങ്ങൾ പോലും മാറിയ കാലഘട്ടങ്ങളിലായിരിക്കാം നമ്മൾ രാഷ്ട്രീയത്തെ നിരോധിക്കുന്നത്. പക്ഷേ രാഷ്ട്രീയം ഒഴിവാക്കുക എന്നുള്ളത് ഒരു അനിവാര്യതയായിട്ട് വന്നിരുന്നു. ഓക്കെ, അത് അനിവാര്യത ആയിരുന്നു എന്നുള്ളത് ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ വി ഹാവ് ടു അഡ്രസ് അറ്റ് ലീസ്റ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ. ബട്ട് ഇവിടെ അങ്ങനെ ഒരു നറേറ്റീവ് നമ്മുടെ കുടുംബങ്ങളിലേക്കും കുട്ടികളിലേക്കും, അതൊരു സ്ലോ ചേഞ്ച്
അത് ഉണ്ടാക്കിയിട്ടുണ്ട്. പതുക്കെ ഇത് സംതിങ് നമുക്ക് കൊള്ളുന്ന പരിപാടിയല്ല. രണ്ടാമത്തെ കാര്യം, രാഷ്ട്രീയത്തിൽ നമുക്ക് നല്ല മാതൃകകൾ നഷ്ടപ്പെട്ടു എന്നതാണ്. രാഷ്ട്രീയത്തിൽ നല്ല മാതൃകകൾ എന്ന് വെച്ചാൽ സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായിട്ട് നമുക്ക് എത്ര പേരെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി. അതിൽ നമ്മളുടെ തന്നെ ഏറ്റവും പ്രാതിനിധ്യമുള്ള ആൾക്കെതിരെ പോലും അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിലാണെങ്കിൽ പോലും കോഴ ആരോപണങ്ങൾ പോലും വന്നത് നമ്മൾക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അത് ആരോപണമാണ്, വാട്ട് എവർ ഇറ്റ് ഈസ്. ഇങ്ങനെയൊക്കെയുള്ളൊരു സമയത്ത് രാഷ്ട്രീയത്തോടുള്ള നമ്മളുടെ ഒരു നല്ല ലീഡർഷിപ്പ് കാണിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഒരു രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് മറ്റ് അതൊരു ജോലിയായിട്ടായിരിക്കും പലരും കണ്ടിട്ടുണ്ടാകുക. അത് മറ്റൊരു മേഖലയിലെ ഒരു എക്സൈറ്റിംഗ് കരിയർ പോലെ ഒരു വിസിറ്റിംഗ് കാർഡും ഒക്കെ വെച്ച് അത് വരുമാനത്തിൻ്റെ കണക്കിൽ നോക്കുമ്പോൾ അത്തരത്തിലുള്ള, കാരണം അത് ആളുകളുടെ മെന്റാലിറ്റിയിലുണ്ടായി ചെയ്യാൻ യൂത്തിന്റെ ചേഞ്ച് സിനിമകളും തീർച്ചയായും അങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് തോന്നി അത്തരത്തിലുള്ള അതൊരു സാമ്പത്തികമായിട്ടും ഒക്കെ നമ്മൾ പ്രതിസന്ധിയിലാകുന്ന കാലഘട്ടമാണ്. സംശുദ്ധ രാഷ്ട്രീയത്തിൽ നമ്മൾ അത്തരം എക്സാമ്പിൾസ് ആയിരിക്കും പക്ഷേ ആളുകളെ കണ്ടിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഈ നമ്മളുടെ അപ്പം മറ്റ് മേഖലകളിലേക്ക് ആളുകൾ പോകുന്നൊരു സാഹചര്യം. ഞാൻ ഇതൊന്നുമല്ല അഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വ്യക്തിപരമായി എത്രയോ സ്കൂളുകളിൽ, ആയിരക്കണക്കിന് സ്കൂളുകളിൽ സന്ദർശിക്കുന്ന ആളുകളാണ്. സ്കൂളുകളും സ്കൂൾ അധികാരികളും ഹെഡ് മിസ്റ്റേഴ്സ്മാരും പ്രിൻസിപ്പൽമാരും ഒക്കെ സംസാരിക്കുന്ന ഒരാളാണ്. എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മുടെ സ്കൂളുകളിൽ പോലും ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മളുടെ കുട്ടികൾക്ക് ആർക്കും ഒരു പൊതുവിജ്ഞാനം എന്ന് പറയുന്ന സംഭവമില്ല. ഈ രാഷ്ട്രീയത്തിലേക്ക് ആളുകൾ വരുന്നത് എങ്ങനെയാണ്, അവൻ്റെ ഉള്ളിൽ ഈ ബോധ്യങ്ങൾ ഉണ്ടാകുന്നത്, അത് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ അത് തീർച്ചയായിട്ടും വായനയിലൂടെയാണ്. പ്രത്യേകിച്ച് വലിയ നോവലുകളോ കവിതകളോ വായിക്കുകയല്ല, ചുറ്റും നടങ്ങുന്ന കാര്യങ്ങളിലുള്ള നമ്മളുടെ ഒരു അവയർനെസ് എത്രത്തോളം ഉണ്ട് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ആ അവയർനെസ്സിലൂടെയാണ് ശരിക്കും ചുറ്റും നടക്കുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഇതൊക്കെ മനസ്സിൽ ഉൾക്കൊള്ളാനും ഈ പ്രശ്നത്തിനും പ്രതിസന്ധികൾക്കുമൊക്കെ എനിക്കൊരു ശബ്ദമാകാൻ കഴിയുന്ന മോട്ടിവേഷൻ ഇവർക്ക് ഇതൊന്നുമില്ലല്ലോ. പൊതുവേ നമ്മളുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടമല്ല, കഴിഞ്ഞ് കുറേ കാലഘട്ടമായി വായന നഷ്ടപ്പെടുന്ന ഒരു സമൂഹം, പ്രത്യേകിച്ച് ഈ ജനറേഷനെയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അവരൊക്കെ സോഷ്യൽ മീഡിയയുടെയൊക്കെ ഒരു ലിമിറ്റഡ് സ്പേസിൽ മാത്രം ലോകത്തെ കണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമയം. ഇങ്ങനെയുള്ള ഒരു ഇടത്തിൽ നിന്ന് പൊതുവായ കാര്യങ്ങളിൽ ഒന്നും നമ്മുടെ മക്കൾ ഇടപെടാതെയിരുന്നു. സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് കാര്യങ്ങളിൽ അവർക്ക് അറിവുണ്ടാകാം, അറിവില്ലാതിരിക്കാം. പക്ഷേ പൊതുവായ വിഷയങ്ങൾ ഇടപെടാൻ, പൊതുവായ വിഷയങ്ങൾ അവയർനെസ് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ, അവിടെ ഒരു കമ്പാഷൻ ഉണ്ടാകാൻ, എമ്പതി ഉണ്ടാകാൻ, അവിടെ നിന്നൊരു ലീഡർഷിപ്പ് ഉയർന്നു വരാൻ, ഇങ്ങനെയൊക്കെയുള്ള ഇടങ്ങളിൽ നമ്മൾ ഏറെ ദൂരം പിന്നിട്ട് പോയിട്ടുണ്ട്. മറ്റൊന്ന് ഞാൻ ശ്രദ്ധിച്ചത്, ഇപ്പം നമ്മളൊരു സ്കൂളിൽ, ഇപ്പം നമ്മൾ 100 പേര് പഠിക്കുന്ന സ്കൂളിൽ ഒരു ക്ലാസ് ലീഡറായിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞാൽ നമ്മുടെ ആൺകുട്ടി എഴുന്നേറ്റ് നിൽക്കില്ല. കാരണം നമ്മുടെ ആൺകുട്ടികളൊക്കെ ആൺകുട്ടികൾ എന്ന് പറയുന്ന പേരിനപ്പുറത്തേക്ക് ഒരു പണ്ട് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു ധൈര്യവും ഒക്കെ മാറി നാണം കുണികളായി മാറുന്ന ഒരു കാലം കൂടിയാണ്. അപ്പം പെൺകുട്ടികൾക്ക് രാഷ്ട്രീയത്തിലേക്ക് വരാൻ മേലായൊന്നുമില്ല, അത് നമുക്ക് അങ്ങനെയൊന്നുമല്ല. പെൺകുട്ടികൾക്ക് മുന്നോട്ട് വരുന്നുണ്ട് വളരെയധികം എംപവർമെന്റ് ഒക്കെ ഉണ്ടല്ലോ. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ ആൺപിള്ളേർക്ക് ഇത്തരത്തിലുള്ള എംപവർമെന്റ് വേണ്ട ഒരു കാലഘട്ടമായി ഇത് തീർന്നില്ലേ എന്ന് നമ്മൾ സംശയിക്കും. തീർച്ചയായും. അപ്പം എൻ്റെ പോയിന്റ് ഇതായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഒരു സൊസൈറ്റി, ഇങ്ങനെയൊക്കെയുള്ള ഒരു സാമൂഹിക സാഹചര്യം നമ്മളുടെ കുട്ടികളെ ഇതിൽ നിന്നെല്ലാം മാറ്റി ഇനി ഇതെല്ലാം ഒഴിവായി കുറച്ചുകൂടെ മുന്നോട്ട് വന്നേക്കാമെന്ന് കരുതിയ ആളുകൾ അവരുടെ +2 കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ ഈ രാജ്യം വിട്ടുപോയി. അവരിന്ന് ഈ ചർച്ച ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ അടുത്ത മുഖ്യമന്ത്രി വരെ ആകാൻ പോകുന്ന ആളുകൾ ഈ ചാനൽ ചർച്ച ഏതെങ്കിലും അയർലൻഡിലോ UK US ഇരുന്ന് കാനഡയിലോ ഇരുന്ന് കാണുന്നുണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണെന്ന് തോന്നുന്നു. അത്തരം റീസൺസും ഈ ചർച്ചയുടെ ഒരു ഭാഗമാണെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ നമുക്ക് ആ ഒരു കോറായ ഒരു കമ്മ്യൂണിറ്റിയെ നമുക്ക് നഷ്ടപ്പെട്ടു അങ്ങനെ നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് യുവജന സംഘടന ഉണ്ട്, KCYM വളരെ ശക്തമായിട്ട് നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെയൊക്കെ ഇനിയും ആളുകളുണ്ട്. അവർക്കുള്ളൊരു വിളി കൂടിയാണ് ഈ ഒരു കോൾ. അങ്ങേക്ക് എന്താണ് ആഡ് ചെയ്യാൻ ടു ഓൺ ദാറ്റ് പോയിന്റ്സ്? ഇതിൻ്റെ അകത്തെ എനിക്ക് 2-3 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പറയാനുണ്ട്. യെസ്. അതിലൊന്ന്, നമ്മൾ ചരിത്രപരമായി നോക്കുമ്പോൾ എവിടെയാണ് ഈ സാധാരണക്കാരൻ രാഷ്ട്രീയത്തിലേക്ക് കിടക്കുന്ന സാഹചര്യം ഇന്ത്യയിലുണ്ടാകുന്നത്? അത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ചാണ്. അതിനു മുമ്പ് രാഷ്ട്രീയം, ഭരണം എന്നൊക്കെ പറയുന്നത് പ്രഭുക്കന്മാരുടെയും സേനാനായകന്മാരുടെയും അല്ലെങ്കിൽ ഇടപ്രഭുക്കന്മാരുടെയും ഒക്കെ കയ്യിലാണ് നിന്നിരുന്നത്. സാധാരണക്കാർ വെറും പ്രജകളായിരുന്നു. ആ പ്രജകളിൽ നിന്ന് മാറിയിട്ട് പൗരന്മാർ അല്ലെങ്കിൽ സിറ്റിസൺസ് എന്നുള്ള നിലവാരത്തിലേക്ക് ഉയർന്നു വരികയും ഒക്കെ ചെയ്തത് ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിലേക്ക് വരുന്നു, സാധാരണക്കാർ പുറത്തേക്ക് വരുന്നു. അന്ന് അവരുടെ മുന്നിലുണ്ടായിരുന്നത് ത്യാഗം അനുഭവിക്കുന്ന സഹന സമരമായിരുന്നു. രാജ്യത്തിന് വേണ്ടി, ജനക്ഷേമത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ത്യാഗം സഹിക്കാന്നുള്ളതായിരുന്നു. ആ ഒരു തലമുറയിൽ നിന്നാണ് സ്വാതന്ത്ര്യം ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയ ആദ്യ നാളുകളിലെ നേതാക്കന്മാരെല്ലാം ശരിക്കും ഐഡിയൽ നേതാക്കന്മാരായിരുന്നു.
അവരെ സംബന്ധിച്ചിടത്തോളം ആർഭാടമോ സമ്പത്തോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒന്നിനായിരുന്നില്ല മൂല്യം, മറിച്ച് എങ്ങനെ അവരെ ജനത്തെ സേവിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഗാന്ധിജിയുടെ ഒരു ആഹ്വാനം ഉണ്ടായിരുന്നു, നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ഇന്ത്യയിലെ ദരിദ്ര നാരായണന്മാർക്ക് എങ്ങനെ സഹായകരമാകുമെന്ന് നിങ്ങൾ അവരെ മുന്നിൽ കണ്ടുകൊണ്ട് ആ പാതയിലൂടെ പിന്തുടർന്ന് വന്നിട്ട് പിന്നീട് അത് അധികാരമെന്ന് പറയുന്നത് സമ്പത്തുണ്ടാക്കാനും അധികാരമെന്ന് പറയുന്നത് കൂടുതൽ അധികാരം നേടുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെയുള്ള സംവിധാനമായിട്ട് മാറുകയും അധികാര ശ്രേണികൾ മൊത്തത്തിൽ അപജയപ്പെടുകയും ചെയ്തു. ഈ അപജയപ്പെട്ട സമയത്താണ് മൂല്യബോധം ഉണ്ടായിരുന്ന ആളുകൾ അതിൻ്റെ അന്ന് പിന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ തിരിച്ചറിയുകയാണ്, ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ ഇത് മൊത്തത്തോടെ തകർന്നഴിയുന്ന ഒരു ഘട്ടത്തിലേക്കാണ് വരാൻ പോകുന്നത്. ഒരു സാധനം മോശമായി ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ അതല്ലെന്നാകും, നമുക്കറിയാമല്ലോ അത്. ഇപ്പം നമ്മൾ ഒരു ദിവസത്തെ ഭക്ഷണം ഒരു ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ അത് വളിച്ച ഭക്ഷണം എന്ന് പറയും. അതൊരു 5-6 ദിവസം കഴിഞ്ഞാൽ പിന്നെ അത് ഭക്ഷണമേ അല്ലെന്നായി വേറെന്തോ ആയിട്ട് മാറിപ്പോയി. അതുപോലുള്ളൊരു വൃത്തികെട്ട അവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയം, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ നേരെ നിർത്തേണ്ടതുണ്ട്. അതിന് നമുക്കിന്നിപ്പോൾ ഏറ്റവും പുതിയ ആഹ്വാനം നമ്മുടെ പോപ്പ് ലിയോ 14 നിന്നാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം ലോക ജനത്തോട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും ഉദാത്ത രൂപം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനമാണ്. മദർ തെരേസ നടത്തിയിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനമാണ്. ആ ജീവകാരുണ്യ പ്രവർത്തനം മഹത്തരമാണ്. അതിലും മഹത്തരമാണ് അതിനേക്കാളും ആയിരക്കണക്കിന് ആളുകളെ, കോടിക്കണക്കിന് ആളുകളെ പലതരത്തിൽ സഹായിക്കാൻ കഴിയുന്ന അധികാര ശ്രേണിയിലേക്ക് കടന്നു വന്ന് അധികാരം കൂടി ഉപയോഗിച്ചുകൊണ്ട് ജനത്തിന് നന്മ ചെയ്യാൻ കഴിയുക എന്നുള്ളത്. ഒരു സന്നദ്ധ സേവനം എന്നതിനപ്പുറം അധികാരം കൂടി ഉപയോഗിച്ചുകൊണ്ട് ജനത്തിന് സേവനം ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല മോഡലിലേക്ക് കേരളത്തിൻ്റെ ഭരണരംഗവും കേരളത്തിൻ്റെ അധികാര ശ്രേണിയും മാറേണ്ടതുണ്ട്. കൈക്കൂലി ഇല്ലാത്ത, അഴിമതിയില്ലാത്ത, ജനത്തിൻ്റെ പ്രതിസന്ധികൾ മനസ്സിലാക്കുന്ന, അവർക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തിലേക്ക് വരേണ്ടതുണ്ട്. അതിലേക്ക് എത്തണമെങ്കിൽ അതിലേക്ക് യുവജനങ്ങൾ കടന്നു വന്നെങ്കിലേ പറ്റുള്ളൂ. കാരണം ഈ മൂത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ ഓൾറെഡി കണ്ടീഷൻഡ് ആണ്. ഇനി അവർക്ക് അതിനൊന്നും മാറ്റം ഉണ്ടാക്കാൻ പറ്റില്ല. ലോകത്തെക്കാലത്തും മൂല്യബോധം ഉയർത്തിപ്പിടിക്കുകയും അതിനുവേണ്ടി വിട്ടുവീഴ്ചയില്ല അത് സമരം ചെയ്യുകയും ചെയ്തിട്ടുള്ളതും അതിനുവേണ്ടി ത്യാഗം അനുഭവിക്കാൻ തയ്യാറായിട്ടുള്ളതും യുവജനങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു മോശമായ ഒരു ഘട്ടത്തിൽ നിന്നും ഇതിനെ ഇനി നേരെയാക്കണമെങ്കിൽ അതിന് കഴിയുന്നവർ യുവജനങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് UN കമ്മീഷൻ യുവാക്കളെ ആഹ്വാനം ചെയ്തത്, നിങ്ങൾ അധികാര ശ്രേണിയിലേക്ക് കടന്നു വരണം. അത് ഏതെങ്കിലും പ്രത്യേക കക്ഷി രാഷ്ട്രീയത്തെ ചൂണ്ടിക്കാണിച്ചിട്ടില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറമുള്ള ഒരു ജനകീയ ജനാധിപത്യ സ്വഭാവത്തിലുള്ള ഒരു രാഷ്ട്രീയമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അത് ജനക്ഷേമത്തിൻ്റെ രാഷ്ട്രീയമാണ്. അത് പൊതു താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന രാഷ്ട്രീയമാണത്. അത് ഭരണത്തിൻ്റെ കാര്യക്ഷമത കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയമാണ് നമ്മുടെ ഭരണ രംഗത്ത് ഇന്നിപ്പോൾ ആവശ്യമായി. ലിയോ 13 പോപ്പിനൊപ്പം ബെനഡിക്റ്റ് 14 മാർപ്പാപ്പ പറഞ്ഞത് നമ്മുടെ ലോകത്തെ മൂല്യവത്താക്കി മാറ്റണമെങ്കിൽ യുവജനങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വരണം. പോപ്പ് ഫ്രാൻസിസും യുവാക്കളെ നിങ്ങൾ ഈ സമൂഹത്തിൽ ഒരു സാമൂഹിക നീതി ഉയർപ്പുവരുത്തണമെങ്കിൽ നിങ്ങളുടെ ഇത്തരം ഇടങ്ങളിൽ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകണം. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ പോലും, അതെല്ലാം നമ്മുടെ മുമ്പിൽ പ്രചോദനമായി ഉണ്ടെങ്കിൽ പോലും നേരിട്ട് നമുക്ക് അത്തരം ആളുകളെ എത്രത്തോളം സ്വാധീനിക്കാൻ പറ്റുന്നു എന്നൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. 2, നമുക്കിങ്ങനെ ഒരു മുമ്പോട്ട് വരുന്ന എത്ര ആളുകളെ നമുക്ക് ടേക്കപ്പ് ചെയ്യാൻ സഭയ്ക്ക് സാധിക്കുന്നുണ്ട് എന്നൊരു ചോദ്യവും പ്രസക്തമല്ലേ? അവരെ എത്ര പേരെ നമുക്ക് മോൾഡ് ചെയ്യാൻ സാധിക്കുന്നു, എത്ര പേർക്ക് നമ്മൾ ഇടങ്ങൾ കൊടുത്തിട്ടുണ്ട്, എത്ര പേരെ നമുക്ക് അങ്ങനെ ഒരു ക്രീമായി ബിൽഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന ചോദ്യവും പ്രസക്തമാണ്. തീർച്ചയായും. ഇപ്പോൾ ഒരു മെയിൻ്റനൻസ് ആയിട്ടുള്ള ഒരു രീതിയിൽ നിന്ന് പുതിയ തരത്തിൽ എല്ലാവരെയും പ്രചോദിപ്പിക്കുകയും അവരെ കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു രീതി അത് നമ്മൾ സ്വീകരിക്കേണ്ടതാണെന്ന് തോന്നുകയാണ്. ഇപ്പം സഭ ഒരുപാട് നാളുകളിലേക്ക് തോന്നുന്നു, പ്രത്യേകിച്ച് കേരളത്തിലെ സഭ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സഭയായിട്ട് മുന്നോട്ട് പോയി. പക്ഷെ അത് ആ തെറ്റ് തിരിച്ചറിഞ്ഞ് ഇന്നത്തെ അധികാരികൾ അത് മനസ്സിലാക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് യുവജനങ്ങൾക്ക് അതിലേക്ക് അവരെ കൊണ്ടുവരാനും പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലേക്ക് അവരെ ഇറക്കുവാനും ഒക്കെ നമുക്ക് ഇതിലൂടെ സാധിക്കുന്നു. പിന്നെ ഈ പല സംഘടനകൾ നമുക്കുണ്ടെങ്കിലും, ഇപ്പോൾ കുടുംബ കൂട്ടായ്മകളൊക്കെ ഉണ്ടെങ്കിലും, പണ്ടത്തേന് കഴിഞ്ഞ് ഇപ്പോൾ പലപ്പോഴും ഈ സാമൂഹികമായിട്ടുള്ള നിരീക്ഷണങ്ങളെ പറ്റിയും പഠനങ്ങളെ പറ്റിയുള്ള ചർച്ചകൾ അധികം നമ്മുടെ ഇടങ്ങളിൽ നടക്കുന്നില്ല എന്നുള്ളൊരു കുറവുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത്തരം കുറവുകളെ നികത്തണമെന്ന് കൂടിയാണ് എനിക്ക് തോന്നുന്നത് സഭ ഇതിലൂടെ ആവശ്യപ്പെടുന്നതെന്നാണ്. നമ്മൾ ഈ പ്രാർത്ഥനകൾക്ക് അപ്പുറത്തേക്ക് നമുക്ക് ഈ സാമൂഹിക പ്രശ്നങ്ങളിൽ ഒരു ശക്തമായിട്ടുള്ള പ്രവൃത്തി കൂടാതെയുള്ള പ്രാർത്ഥന അത് നിർജ്ജീവമാണെന്ന് യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ടല്ലോ. അപ്പോൾ പ്രവൃത്തിയിലൂടെ കൂടിയും നമ്മുടെ പ്രാർത്ഥന അത് പ്രാക്ടിക്കൽ സൈഡ് കൂടി വേണമെന്നാണ് പറയേണ്ടത്. ഇപ്പോൾ മർത്തയും മറിയും ഉണ്ട്. അപ്പോൾ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോഴും മർത്തയുടെ പണി ചെയ്യുന്നില്ലെങ്കിൽ മറിയത്തിന് അവിടെ കർത്താവിൻ്റെ കൂടെ മടിയിൽ അവിടെ താഴെ ഇരിക്കാനായിട്ട് സാധിക്കുകയില്ല, കർത്താവിനെ കേട്ടിരിക്കാൻ സാധിക്കില്ല.
മർത്ത അവിടെ ആ ഒരു ഗസ്റ്റിനെ സ്വീകരിക്കാനുള്ള പണി ചെയ്യുന്നതുകൊണ്ടാണ് മറിയത്തിനെ സ്വസ്ഥമായിട്ടിരിക്കാൻ സാധിക്കുന്നതെന്ന് പറയുന്ന പോലെ ഈ മറിയത്തിൻ്റെയും മർത്തിയുടെയും പണികൾ നമ്മൾ മാറി മാറി ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ രണ്ട് ആത്മീയതയും നമ്മൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ. ജോസൂട്ടി സാറേ, നമുക്ക് ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ശരിക്കും സഭ എന്താണ് ഈ ഒരു കാലഘട്ടത്തിൽ? സഭയുടെ ആഹ്വാനം വളരെ നല്ലതാണ്, സഭയുടെ ആശയതലത്തിലുള്ള ഈ സംവാദം നല്ലതാണ്. പ്രായോഗിക തലത്തിൽ ശരിക്കും നമുക്ക് യുവജന സംഘടനകളുണ്ട്, ഒത്തിരി സംഘടനകൾ, സംവിധാനങ്ങളുണ്ട്, അതെല്ലാം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ കുറച്ചുകൂടെ പ്രോആക്റ്റീവായ ചില സ്റ്റെപ്പുകളും ചില മാതൃകകളും ഒക്കെ കൂടി നമ്മളുടെ ഇടവക തലത്തിൽ തൊട്ട് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള കുറച്ചുകൂടെ ഒരു പ്രോആക്റ്റീവ് സ്റ്റെപ്പുകൾ കൂടി ഉണ്ടെങ്കിലല്ലേ ഇതിന് പൂർണ്ണത ഉണ്ടാവുക. തീർച്ചയായും വൃക്ഷത്തെ അതിൻ്റെ ഫലത്തിൽ നിന്ന് തിരിച്ചറിയാവുന്നതാണ് കർത്താവ് പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ വൃക്ഷത്തിൻ്റെ ഫലങ്ങൾ ഒത്തിരി കയ്പുള്ളതും ഒത്തിരി ഗുണമില്ലാത്തതുമാണെന്ന് ഇപ്പോൾ തിരിച്ചറിയാണ്. അപ്പോൾ നല്ല ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ അതിനുവേണ്ടി നല്ല മൂല്യമുള്ളവർ തന്നെ പുറത്തേക്ക് വരണം. അത് ക്രൈസ്തവ യുവാക്കളിലൂടെ അത് സാധ്യമാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഒന്ന്. രണ്ടാമത്, രാഷ്ട്രീയം എന്ന് പറയുന്നത് മോശമാണ് അല്ലെങ്കിൽ കൊള്ളില്ലാത്തതാണെന്ന് ആര് വിചാരിച്ചാലും അങ്ങനെയല്ല. അത് നല്ലതാണ്, അത് നന്മ ചെയ്യാനുള്ള ഒരു അവസരമാണ്. ആ അവസരം വിനിയോഗിക്കാനുള്ള ഒരു ആഹ്വാനമാണ് KCBC നടത്തിയിരിക്കുന്നത്. ആ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കുടുംബ സദസ്സുകൾ, കുടുംബ കൂട്ടായ്മകളിലൊക്കെ നമ്മൾ സമൂഹത്തിൽ നിന്ന് നേതൃത്വ നിരയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ആൾക്കാരെ ഉയർത്തിപ്പിടിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും നമ്മുടെ യുവാക്കളെ പൊതുരംഗത്തേക്ക് കടത്തിവിടുന്ന അതിനുള്ള ആ വേണ്ട പിന്തുണയും സഹകരണവും സഭയുടെ ഭാഗത്തു നിന്നും സമുദായത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തെങ്കിൽ മാത്രമേ ഇത് സാധ്യമാകുള്ളൂ. അപ്പോൾ ഒരു ആഹ്വാനത്തിനപ്പുറം അവരെ മുന്നോട്ടേക്ക് തള്ളിവിടുകയും അങ്ങനെ മുന്നോട്ടേക്ക് തള്ളിവിട്ട് പോകുന്ന വഴിക്ക് അവരുടെ പ്രതിസന്ധികൾക്ക് വേണ്ട പരിഹാരം ഉണ്ടാക്കാനും അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാനും കൂടെ തയ്യാറായാൽ നമ്മുടെ നാട്ടിൽ നിന്നും നല്ല യുവജന നേതൃത്വം ഉണ്ടാകും. മാത്രമല്ല, നമ്മൾ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നമേ, നമ്മൾ ഇവരുടെ നേട്ടങ്ങളിൽ ഇവർക്കൊപ്പം നിൽക്കുമ്പോഴും ഇവരുടെ പരാജയങ്ങളിലും ഇവരുടെ കുറവുകളിലും ഇവർ അപമാനിക്കപ്പെടുമ്പോഴും ഇവർ ഒറ്റപ്പെട്ടു പോകുമ്പോഴും ഇവർ ഒരു പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ലാതാകുന്ന, അതില്ലാതാകുന്ന ഇടങ്ങളിലും കൂടെ നമ്മളുടെ ഒരു സാമീപ്യമുണ്ട്. പക്ഷെ പലപ്പോഴും ഇതുണ്ടാകുന്നില്ല എന്നതാണ് എനിക്ക് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. കാരണം ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, അത് മാറുന്നുണ്ട്. നിങ്ങളെ സംരക്ഷിക്കാൻ ആരുണ്ട് എന്ന ചോദ്യത്തിന് ആരുമില്ല എന്ന് പറയേണ്ട സാഹചര്യം നിലവിലുണ്ട് എന്ന് നിസ്സംശയം എനിക്ക് പറയാൻ സാധിക്കും. പക്ഷേ അവിടേക്ക് ഈ ആഹ്വാനങ്ങൾ ആശയതലത്തിൽ നല്ലതാണ്. പക്ഷെ പ്രായോഗിക തലത്തിൽ അവർക്കെല്ലാം ഒപ്പമുണ്ടാകണം, അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാനും അവരെ ചേർത്ത് പിടിക്കാനും നമ്മളുടെ ഇടയന്മാർക്ക്, സംവിധാനങ്ങൾക്ക്, പ്രസ്ഥാനങ്ങൾക്കൊക്കെ സാധിക്കുന്നിടത്താണ് എനിക്ക് തോന്നുന്നു ഈ ആശയത്തിന്റെ ഏറ്റവും ഇതിന് ആഡ് ചെയ്യാനായിട്ടൊരു നമ്മുടെ വിശ്വാസ പരിശീലനത്തിൽ തന്നെ ഇങ്ങനെയുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മുടെ മക്കളെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നതും അത് നന്മയാണെന്നും നമ്മുടെ ഉത്തരവാദിത്തമാണെന്നുള്ളത് അത് അവർക്ക് വ്യക്തമായിട്ട് അത് പഠിപ്പിക്കാനായിട്ട് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. അതിന് കൂടി നമ്മൾ അതിന് ഇത്തരം പോയിന്റ്സുകൾ കൂടിയും അതിൽ ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അച്ഛൻ ഇപ്പൊ ഈ പറഞ്ഞതിനോട് ചേർത്തൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുട്ടികളിലുള്ള നേതൃത്വത്തെ പരിപോഷിപ്പിക്കണം. ഇപ്പോൾ നമ്മൾ നേതൃത്വത്തിലേക്ക് വരുന്ന കുട്ടികളുടെ അനുസരണത്തെയാണ് നമ്മൾ പരിപോഷിപ്പിക്കുന്നത്. വിശദീകരണത്തിലേക്ക് വരുന്നില്ല. നേതൃത്വത്തിലേക്ക് വരുന്ന കുട്ടികളുടെ അനുസരണത്തെയാണ് പരിപോഷിക്കുന്നത്. അതല്ല, അവരിലെ ജെനുവിൻ ലീഡർഷിപ്പിനെ നമ്മൾ പോഷിപ്പിച്ചാൽ നല്ല നേതാക്കന്മാർ ഉണ്ടായി വരും. അങ്ങനെ നല്ല നേതാക്കന്മാർ ഉണ്ടായി വന്നാൽ അവർ കേരളീയ സമൂഹത്തിന് മാതൃകകളായി, സമൂഹത്തിന് നന്മ ചെയ്യുന്നവരായിട്ട് മാറും, ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണ്. അത് മാത്രമല്ല, ചില നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ആ സ്വീകരിക്കുന്ന നിലപാടുകളെ ഈ പറയുന്ന പോലെയുള്ള ഒരു പിന്നിൽ നിന്നുള്ള ഒരു സപ്പോർട്ട്, പലപ്പോഴും നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ യുവജനങ്ങളാണെങ്കിൽ പോലും അല്ലെങ്കിൽ മറ്റുള്ളവരാണെങ്കിൽ പോലും നമ്മുടെ ഭാഗത്തു നിന്ന് അവരെ ഒറ്റപ്പെടുത്തുകയും അല്ലെങ്കിൽ തള്ളി പറയുകയും ചെയ്യുന്ന ഒരു രീതി വരുമ്പോഴാണ് പിന്നീട് യുവജനങ്ങൾ പോലും ചിന്തിച്ചു പോകും, ഞാനിങ്ങനെ നിലപാട് സ്വീകരിച്ച് ഞാൻ ഒറ്റപ്പെട്ടു പോവുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ അധികാരികളോ മാതാപിതാക്കളോ അല്ലെങ്കിൽ സഭ തന്നെയോ ഇല്ല എന്ന് തോന്നത്തക്ക രീതിയിൽ യുവജനങ്ങൾ ചിന്തിച്ചു പോകുന്നുണ്ടോ എന്ന് നമ്മൾ വിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു. യെസ്, റൈറ്റ്. തീർച്ചയായും വളരെ വളരെ പ്രധാനപ്പെട്ട ചിന്തകളാണ് ഷെക്കീന ഫയർ റൂമിൽ ഈ ചർച്ചയിൽ നമ്മൾ പങ്കുവച്ചത്. തീർച്ചയായിട്ടും സഭയുടെ KCBC യൂത്ത് കമ്മീഷൻ്റെ ഈ സർക്കുലർ അത് കേരളം ചർച്ച ചെയ്തു കഴിഞ്ഞു. തീർച്ചയായിട്ടും അത് എല്ലാ ഇടവകളിലും ചർച്ച ചെയ്യണം, എല്ലാ കുടുംബങ്ങളിലും ചർച്ച ചെയ്യണം. രാഷ്ട്രീയം മാറി നിൽക്കേണ്ട ഇടമല്ല. നമ്മളുടെ മക്കൾ സിവിൽ സർവീസിലേക്കും അഡ്മിനിസ്ട്രേഷനിലേക്കും രാഷ്ട്രീയത്തിലേക്കും അങ്ങനെ അധികാരത്തിൻ്റെ കസേരകളിൽ നമ്മളുടെ മക്കൾക്ക് ഇരിപ്പിടമുണ്ട്. അത് ആ ഇരിപ്പിടങ്ങളിലേക്ക് പ്രോത്സാഹിപ്പിക്കുവാൻ നമ്മുടെ ഇടവകകൾ തൊട്ട്, നമ്മുടെ രൂപതകൾ തൊട്ട്, ഫൊറോണകൾ തൊട്ട്, നമ്മുടെ കലാലയങ്ങൾ തൊട്ട്, നമ്മളുടെ സ്കൂളുകൾ തൊട്ട്, നമ്മളുടെ വിശ്വാസ പരിശീലന കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളിലും ഈ സന്ദേശം എത്തി കൂടുതൽ വാല്യൂസ് ഉള്ള ഒരു സമൂഹത്തെ ഈ നാട്ടിൽ നിർമ്മിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ ഈ സമൂഹത്തെ കൂടുതൽ മൂല്യമുള്ള, വിശുദ്ധിയുള്ള രാഷ്ട്രീയമായി, വിശുദ്ധിയുള്ള രാഷ്ട്രമായി, നന്മയുള്ള നാടായി നമ്മുടെ നാടിനെ മാറ്റിയെടുക്കാൻ
ഈ വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് രാഷ്ട്രീയത്തിലേക്ക് വരുന്ന നേതാക്കളുടെ ആ നിശ്ചയദാർഢ്യത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഷക്കീന ഫൈറൂമിയുടെ അവസാനിക്കുന്നു. പ്രിയ പ്രേക്ഷകർക്ക് ഒപ്പം അതിഥികൾക്ക് നന്ദി, നമസ്കാരം. താങ്ക്